നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മാറാട് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CM പ്രദീപ് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. തൊഴിൽ മേഖല തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ രാജിവെക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. മാറാട് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CM പ്രദീപ് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. BJP നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതെന്നും V മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാറാട് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CM പ്രദീപ് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹം ഇന്നലെ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ബന്ധം ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. രണ്ട്, CBI അന്വേഷണം നടക്കാത്തതിൻ്റെ പിന്നിൽ സംസ്ഥാന സർക്കാരാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പ്രമുഖനായിട്ടുള്ള യുവജന നേതാവിന് ഭീകരവാദികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൻ്റെ അക്രമത്തിൽ, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നടപടികൾ, ആ നടപടി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നീങ്ങുന്നു. പക്ഷേ ഈ സംഭവത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയും മാറാട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലുണ്ടായിട്ടുള്ള അതിന് സഹായിച്ചിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചിട്ടുള്ള അന്വേഷണവും, ഇതൊക്കെ അന്വേഷിക്കാൻ കേന്ദ്ര തലത്തിലുള്ള അന്വേഷണം, ഈ അന്വേഷണം നടക്കാതിരിക്കുന്നതിന് കാരണം കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയിട്ട് ഭരണം നടത്തുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. BJP നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം. ഭീകരവാദത്തോടുള്ള KPCC അധ്യക്ഷന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും V മുരളീധരൻ കൂട്ടിച്ചേർത്തു. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൊഴിൽ മേഖല തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ രാജിവെക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ. തൊഴിൽ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൊഴിൽ മേഖലകളിലെ നിയമനങ്ങൾ നടക്കുന്നില്ലെന്നും തൊഴിൽ മേഖല കേരളത്തിൽ പൂർണ്ണ പരാജയമാണെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ രാജിവെക്കണമെന്നും വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും R ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ലേബർ മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പ് മാറ്റണം. വകുപ്പ് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് ഘടകകക്ഷി എന്നുള്ള നിലയിൽ മറ്റേതെങ്കിലും വകുപ്പ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ തൊഴിൽ വകുപ്പിൽ നിന്ന് ചുമതലയിൽ നിന്ന് ശ്രീ ഷിബു ബേബി ജോണിനെ മാറ്റിക്കൊണ്ട്, കാരണം അദ്ദേഹത്തിന് INTUC എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല, അങ്ങനെയുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ് ഇന്നുണ്ടായിട്ടുള്ള ഒട്ടുമിക്ക തൊഴിൽ പ്രശ്നങ്ങളും. അതുകൊണ്ട് തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയിൽ നിന്ന് ഘടകകക്ഷിയായ ഷിബു ബേബി ജോണിനെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ ആ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും വകുപ്പ് കൊടുക്കണം എന്ന് ശക്തമായി INTUC ആവശ്യപ്പെടുകയാണ്. ബാറുകളിലെ ജീവനക്കാരുടെ ജോലി നഷ്ടമായാൽ മറ്റൊരു ജോലി ഉറപ്പുവരുത്തണമെന്നും നിലവിലുള്ള ESI PF നൽകണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. മോട്ടോർ മേഖലയിലെ അധിക നികുതി മുഖ്യമന്ത്രി ഇടപെട്ട് പിൻവലിക്കുക, ലോട്ടറി വിലവർദ്ധനവ് പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജീവനക്കാർക്ക് വേതനം 333 രൂപയാക്കണമെന്നും തൊഴിൽ മേഖലകളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിൽ നിവേദനം നൽകുമെന്നും ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. PK ഗോപാലൻ, KP ഹരിദാസ്, അഡ്വക്കേറ്റ് M രാജൻ, വിജയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് മത്സ്യബന്ധനത്തിലേർപ്പെട്ട ബോട്ട് തകർന്ന് കരയ്ക്കടിഞ്ഞു.
സംഭവത്തിൽ 2 ലക്ഷത്തോളം നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് കോഴിക്കോട് കടപ്പുറത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ ഗുരുവായൂരപ്പൻ എന്ന ബോട്ട് അപ്രതീക്ഷിതമായി തിരയിൽപ്പെട്ട് തകർന്നത്. പുതിയാപ്പ ഇമ്പാറം കണ്ടിത്താഴം അജിത് കുമാറിന്റേതാണ് ബോട്ട്. രാവിലെ 9:30 ഞങ്ങൾ പണിയെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തിര പൊളിഞ്ഞപ്പോൾ അന്നേരം തന്നെ ഒരാൾ അപകടം പറ്റണ്ടാണ്. തെറിച്ച് പോണതിനെ കൊണ്ട് ആൾക്ക് അപകടമൊന്നുമില്ല. ബോട്ട് അങ്ങനെ തന്നെ കടലിൽ അങ്ങനെ തന്നെ ബോട്ട് ഫുള്ള് പൊളിഞ്ഞ്. ഞങ്ങളിവിടെ ചാടി കരയിലതിനെ കൊണ്ട് ചാടി കരയിൽ തിരമല അതിനെ കൊണ്ടാണ് കഴിച്ചത്. ഓവർ ഉള്ളിലാവാത്തതിനെ കൊണ്ട് കഴിച്ചതാണ്. ഇപ്പോൾ നമുക്ക് എൻ്റെ മുതലിപ്പോൾ 2 ലക്ഷം ഉറുപ്പ്യ. എൻ്റെ മുതൽ അതിന് മുകളിപ്പം കണ്ടമാനം ഉറുപ്പ്യ കയറ്റിയാൽ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ മുതൽ 2 ലക്ഷം ഉറുപ്പ്യ. എല്ലാം പോയി. എല്ലാം കണ്ടില്ല. എല്ലാം ഒന്നുമില്ല. 3 പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. 2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കുന്നത്. ബോട്ടിന് കാലപ്പഴക്കമുണ്ടെന്നും വിശദമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ഫിഷറീസ് ഉദ്യോഗസ്ഥൻ ടൈം ന്യൂസിനോട് പറഞ്ഞു. ഇത് ഇപ്പം മൺസൂണിന്റെ തുടക്കമാണല്ലോ. അപ്പം ഇന്നലെ നല്ല ശക്തമായ മഴയാണ് കോഴിക്കോട് കിട്ടിയത്. അപ്പോൾ ആ സമയം അതുകൊണ്ടുള്ള ഇന്നലെ കുറച്ചൊരു തിരകളൊക്കെ ഉണ്ടായിരുന്നു പുലർച്ചയ്ക്കുള്ള. അപ്പോൾ ഇവരൊരു 9 മണിയോട് കൂടിയിട്ടാണ് മത്സ്യബന്ധനത്തിന് പോയെടുത്ത് കരയോടടുപ്പിച്ച് ആണ് ഇത് സംഭവം ഉണ്ടാകുന്നത്. പാലത്തിൻ്റെ അടുത്തുള്ള മൺതിട്ടയിൽ തട്ടിയിട്ടാണ് ബോട്ട് തകരുന്നത്. റെസ്റ്റിൻ എഞ്ചിനുള്ള 30 അടി ബോട്ടാണ്. ഇമ്പാരം കണ്ടിത്തായത്ത് അജിത് കുമാർ എന്ന് പറയുന്ന ആളതാണ് ഈ ഉടമസ്ഥതയിലുള്ള ആ ബോട്ട്. ഇക്കാര്യത്തിൽ ഇയാൾക്ക് സഹായിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് താഴെക്കടയിൽ നിന്ന് മുകളിലേക്ക് കൊടുക്കും. അപ്പം 3 തൊഴിലാളികൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു പണിക്ക് പോകുന്നത്. അപ്പം ബോട്ട് ആകെപ്പാടെ തകർന്ന നിലയിലാണ്. ഒത്തിരി പഴക്കമുള്ള ബോട്ടാണ്. 30 അടി റെസ്റ്റിൻ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് വലയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ഫിഷറീസിൻ്റെ ഡയറക്ടർക്ക് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. SLC പാസ്സായവർക്ക് സീറ്റ് അനുവദിക്കാൻ ജില്ലയിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കണമെന്ന് SIO. ഈ ആവശ്യം ഉന്നയിച്ച ഈ മാസം 5-ന് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭ്യമാക്കാൻ ജില്ലയിൽ സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് SIO ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ആവശ്യമുന്നയിച്ചുകൊണ്ട് ഈ മാസം 5-ന് SIO പ്രവർത്തകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മാർച്ച് MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഷബീർ കൊടുവള്ളി, നയീം ഗഫൂർ, നയീം ചേളന്നൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 37,370 കുട്ടികൾ പഠിക്കുപുറത്താവും. കുട്ടികൾ എവിടെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ധാരണയില്ല. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 6,589 കുട്ടികൾ ഇപ്പോൾ വന്ന SLC റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താണ്. അത് ഏകദേശം 15% വരും. ഇനി CBSE റിസൾട്ട് വരാനിരിക്കുകയാണ്. അതുപോലെ തന്നെ ISC റിസൾട്ട് വരാനിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ തന്നെ സേ പരീക്ഷ അപേക്ഷിച്ച കുട്ടികളുണ്ട്. ഇവരുടെയൊക്കെയും റിസൾട്ട് വരുന്നതോടുകൂടിയിട്ട് കോഴിക്കോട് ജില്ലയിലെ വലിയൊരു ശതമാനം കുട്ടികൾക്ക് അവരുടെ തുടർ പഠനത്തിന് അവർ ക്വാളിഫൈഡ് ആണ്, അവർ യോഗ്യരാണ്. ആ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല, ജില്ലയിലില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ സർക്കാർ പുതിയ 148 സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകൾ ഇല്ലാത്ത പഞ്ചായത്തുകളിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 148 പഞ്ചായത്തുകൾ അനുവദിച്ചിട്ടുണ്ട്. സ്വാഗതാർഹമാണ്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 57ാം ജില്ലാ സമ്മേളനം സന ഓഡിറ്റോറിയത്തിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 57ാം ജില്ലാ സമ്മേളനം മെഡിക്കൽ കോളേജ് സന ഓഡിറ്റോറിയത്തിൽ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി PT രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയിൽ ഐക്യത്തോടുകൂടി രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും നിറം ഇതിന്റെ ഐക്യത്തെ തടസ്സമാകാത്ത നിലയിൽ നേഴ്സുമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള സംഘടനയായി നിലനിർത്തുന്നതിനും ഇതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയും. ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളിലെല്ലാം പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനമായി കാണാം. KGNA ജില്ലാ പ്രസിഡന്റ് PK പത്മാവതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സവിത PL, M മുരളീധരൻ, ഉഷാദേവി, അമൽ ഗീത്, OS മോളി, ഉദയകുമാർ C തുടങ്ങിയവർ സംസാരിച്ചു. INTUCയുടെ നേതൃത്വത്തിൽ പ്രഥമ IP കൃഷ്ണൻ പുരസ്കാര ചടങ്ങ് ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്നു. പ്രമുഖ പത്രപ്രവർത്തകൻ അമ്പലപ്പള്ളി മാമുക്കോയ്ക്ക് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അവാർഡ് സമർപ്പിച്ചു.
INDUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം ഹോട്ടൽ കിംഫോർട്ടിൽ നടന്നു. INDC നേതാവ് IP കൃഷ്ണന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പത്രപ്രവർത്തകൻ അമ്പലപ്പള്ളി മാമുക്കോയക്ക് INDUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ സമർപ്പിച്ചു. PK ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KC രാമചന്ദ്രൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി PT ഹസൻ പൊന്നാട അണിയിച്ചു. M രാജൻ, പ്രേമൻ, NK ബീരാൻ തുടങ്ങിയവർ സംസാരിച്ചു. എനിക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത്, ഈ ജില്ലാ ക്യാമ്പിൽ വെച്ച് തന്നെ നമ്മുടെ ഈ റീജിയണൽ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികൾക്കും ഓരോ പ്രോഗ്രാം കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി വരുന്നത് നന്നായിരിക്കും. ചേവായൂർ ഹാർമണി റെസിഡൻസ് അസോസിയേഷൻ 10ാം വാർഷികാഘോഷം നടന്നു. സാഹിത്യകാരൻ UK കുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചേവായൂരിലെ ഹാർമണി റെസിഡൻസ് അസോസിയേഷൻ 10ാം വാർഷികാഘോഷമാണ് നടന്നത്. പ്രമുഖ സാഹിത്യകാരൻ UK കുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനസ്സിന്റെ പ്രബുദ്ധത എന്ന് വെച്ചാൽ അത് അറിവല്ല. ഒരുപക്ഷെ അറിവുണ്ടായതുകൊണ്ട് പ്രബുദ്ധത ഉണ്ടാകണമെന്നില്ല. പ്രബുദ്ധത ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് കൈവരിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മാർഗങ്ങളിലൊന്ന്. ഹാർമണി പ്രസിഡന്റ് വർക്കി പറ്റാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ ദേവകി ആശംസകൾ അർപ്പിച്ചു. ഹാർമണി അസോസിയേഷൻസ് പ്രസിഡന്റ് VP ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി ദാമോദർ പ്രസാദ്, സുദീപ് തെക്കേപ്പാട്, MK സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഐഡിയ സ്റ്റാർ സിംഗർ ഫ്രെയിം രാഹുൽ സത്യനാഥും ആതിരയും നയിച്ച ഗാനമേളയും പരിപാടിയോടൊപ്പം നടന്നു. സാഹിത്യ സൗഹൃദ സമിതിയുടെ നേതൃത്വത്തിൽ MV ദേവൻ അനുസ്മരണം നടന്നു. അളകാപുരിയിലാണ് പരിപാടി നടന്നത്. സാഹിത്യ സൗഹൃദ സമിതിയുടെ നേതൃത്വത്തിൽ MV ദേവൻ അനുസ്മരണം നടന്നു. അളകാപുരിയിലാണ് പരിപാടി നടന്നത്. സാഹിത്യകാരൻ UA ഖാദർ, UK കുമാരൻ, P ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. MV ദേവൻ പങ്കെടുത്ത ഒരു യോഗം അന്ന് വളരെ ക്ഷുഭിതനായിട്ട് പറഞ്ഞു, ഞാൻ ജാലകം അടക്കാൻ പോവുകയാണ്, എനിക്കിത് കൈവന്ന് പൈസ ചിലവാകുന്ന നഷ്ടമുള്ള കച്ചവടമാണ്, അതുകൊണ്ട് എൻ്റെ കച്ചവടം മരക്കച്ചവടമാണ്. ഇത് ഈ സാഹിത്യകാരന്മാരെ ഇങ്ങനെ ഏകോപിപ്പിച്ച് ഒരു ചർച്ച നടത്തി ഇങ്ങനെ എനിക്കൊരു പുണ്യം കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ ഈ ജാലകം അടക്കാൻ പോവുകയാണ് എന്ന് ദേവൻ പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് ടൗൺഹാളിൽ വെച്ച് സ്വാഗത പ്രസംഗത്തിൽ വളരെ പറഞ്ഞു. അപ്പോൾ ദേവൻ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ജാലകം അടക്കരുത്, ജാലകം അടക്കാൻ വടേരിയസനല്ല, വടേരിയസന്റെ വേറെ ആളുകൾ വന്നാലും ഞാൻ സമ്മതിക്കില്ല. K കൃഷ്ണൻ സ്മൃതി ദിനത്തോടനുബന്ധിച്ച് അളകാപുരിയിൽ അനുസ്മരണ സമ്മേളനം നടന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJPയുടെ ആഭിമുഖ്യത്തിലാണ് K കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം നടത്തിയത്. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടി BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മറക്കാനാവാത്ത മറ്റൊരു നേതാവിന്റെ കൂടി സ്മൃതി ദിനമാണ്. 2006 മെയ് മാസം 3-ാം തീയതിയാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പ്രമോദ് മഹാജൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ നിലയിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരുപക്ഷെ താരതമ്യം ചെയ്യാൻ പറ്റാത്ത 2 തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള 2 നേതാക്കന്മാർ, അവർ രണ്ടുപേരും മുറുകെ പിടിച്ചിട്ടുള്ള ഒരേ ആശയങ്ങൾ, അവർ രണ്ടുപേരും പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിൽ അവർ കാഴ്ചവെച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെ ഒരേ കാര്യം ചെയ്തിട്ടുള്ള ആൾക്കാർ. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. TK പത്മനാഭൻ, VK പ്രേമൻ, T ബാലസോമൻ, ജയസദാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. RMPയുടെ നേതൃത്വത്തിൽ TP ചന്ദ്രശേഖരൻ അനുസ്മരണത്തോടനുബന്ധിച്ച് സമകാലിക ഇന്ത്യൻ ഇടതുപക്ഷം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. MP വീരേന്ദ്രകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. RMPയുടെ നേതൃത്വത്തിലാണ് TP ചന്ദ്രശേഖരൻ അനുസ്മരണത്തോടനുബന്ധിച്ച് സമകാലിക ഇന്ത്യൻ ഇടതുപക്ഷം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. MP വീരേന്ദ്രകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. RMP സംസ്ഥാന സെക്രട്ടറി TL സന്തോഷ് വിഷയാവതരണം നടത്തി. KC ഉമേഷ് ബാബു, ഡോക്ടർ ആസാദ്, N വേണു, KS ഹരിഹരൻ, അഡ്വക്കേറ്റ് P കുമാരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. TP ചന്ദ്രശേഖരൻ എന്തിനു വധിക്കപ്പെട്ടു? CPM-കാർ ചോദിക്കാറില്ല. എത്ര പേർ മരിച്ചിട്ടുണ്ട്, എത്രയേറെ പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഒരു TP ചന്ദ്രശേഖരൻ മാത്രമാണ്? ശരിയാണ്. എത്രയോ പേർ
എത്രയോ പേർ വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ചെഗുവേര എന്താ നിങ്ങൾ മാറിലണിഞ്ഞ് നടക്കുന്നത്? എത്രയോ പേർ വെടിയേറ്റ് മരിച്ചിട്ടില്ലേ? എന്താ ഒരു ചെഗുവേര? അത് കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയുള്ളത്. ഏത് രീതിയിലുള്ള പോരാട്ടം? ഇതേപോലെ ജീർണമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തെ കൂടി തോൽപ്പിച്ചുകൊണ്ടാണ് ക്യൂബയിലേക്ക് കടന്നു കയറിയ ചെറുപ്പക്കാരായ യുവാക്കൾ ക്യൂബയെ വിമോചിപ്പിച്ചത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ടുകൊണ്ട് ഭരണം തുടങ്ങേണ്ട അവസ്ഥയിലായിരുന്നു കാസ്ട്രോയും ഗുവേരയും ഒക്കെ. അത്തരത്തിലുള്ള വിപ്ലവകരമായ ശ്രമത്തിന്റെ അംഗീകാരം ആദ്യകാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അത് അംഗീകരിച്ചിരുന്നില്ലെങ്കിലും പതിറ്റാണ്ടുകൾക്ക് ശേഷം ചെഗുവേരയും കാസ്ട്രോയെയും അംഗീകരിക്കേണ്ടി വന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക്. ഒരു സംശയവുമില്ല, ചന്ദ്രശേഖരനെയും പതിറ്റാണ്ടുകൾക്ക് ശേഷം, അത്ര പതിറ്റാണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് ഇപ്പോൾ കോർപ്പറേറ്റ് ഇടതുപക്ഷമായി നിൽക്കുന്നവർക്ക് പോലും അംഗീകരിക്കേണ്ടി വരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മാറാട് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CM പ്രദീപ് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. തൊഴിൽ മേഖല തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ രാജിവെക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.